സെപ്റ്റംബർ 14 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ മനസ്സമാധാനം എന്ന തലക്കെട്ടോടുകൂടി 9-ാം പടിയുടെ ലേഖനത്തിലെ 86-ാമത്തെ പേജിലെ ഭാഗമാണ് ആ ഖണ്ഡികയിലെ അവസാന ഭാഗത്ത്. അവിടെ നമ്മൾ പരിഹാരം ചെയ്യാൻ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ ഒരു തരത്തിലും ഉപേക്ഷ വരുത്തരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പരിഹാരം കൊണ്ട് നമുക്കുണ്ടാവുക എന്ന ചിന്തയില്ലാതെ പഴയ സ്വഭാവം പോലെ എടിപിടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുത്താൽ അത് അപ്പടി നടന്നില്ലെങ്കിൽ എന്നെപ്പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമാണ്. ഒരു കാര്യം, ഒരു പ്ലാൻ ഇങ്ങനെ എഴുതിയിട്ട് വരച്ചിട്ടുണ്ട്, അതിപ്പോൾ നാളത്തെക്കുറിച്ചൊരു പ്ലാൻ ഇങ്ങനെയാണെങ്കിൽ ആ പ്ലാന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അസ്വസ്ഥനാവും. അപ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് നമുക്കങ്ങനെ പോലെ വരയ്ക്കാനോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വേറെ പലരുടെയും കാര്യത്തിൽ നടക്കില്ല. അവിടെയാണ് സ്പോൺസറുടെയൊക്കെ സഹായം ആവശ്യമായി വരുന്നത്. നമ്മൾ ഗുരുതരമായിട്ട് ഒരു സാമ്പത്തികമായ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അപ്പം അവിടേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ പരിഹാരം ചെയ്യണം, എല്ലാത്തിനും നമ്മൾ സത്യസന്ധമായ ജീവിത രീതിയാണ് ആൾക്കാർ ഇനി അങ്ങനെ പറയുമോ, അല്ലെങ്കിൽ നമ്മളിതൊക്കെ സങ്കല്പിക്കും. ചില ആൾക്കാർ നമ്മളെ കുത്താനായിട്ട് അങ്ങനെ പറഞ്ഞു എന്നും വരാം. നിങ്ങൾ അവിടുത്തെ പ്രശ്നം തീർത്തോ, അല്ലെങ്കിൽ ഞാനത് കേട്ടിട്ടുണ്ട് വേറെ പല ആൾക്കാരെയും കുറിച്ച് പറയുമ്പോൾ അയാൾ അവിടെ പറ്റിച്ചു വന്നതെന്നൊക്കെ ഇപ്പോൾ ചിരിക്കാൻ പറ്റാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്ന അനുഭവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അത് അയാളുടെ സ്ഥിതി അയാൾക്ക് മാത്രമേ അറിയൂ, വേറൊരാൾക്ക് അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള സാമ്പത്തികമായ ആ പരാധീനത അതുണ്ടാവുന്നതിന് കാരണം, അതുണ്ടായ രീതി, ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഞാൻ ഭയങ്കര സത്യസന്ധനാണ്, അയാളുടെ പ്രോഗ്രാമിലാണ്, എനിക്കത് പരിഹാരം കൊടുക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കീഴടങ്ങുന്ന പോലെ കീഴടങ്ങിയാൽ, അല്ലെങ്കിൽ അവിടെ എൻ്റെ പേരിൽ കേസുണ്ട് എന്ന് കരുതുക, ഞാൻ അവിടെ പോയിട്ട് ഏലല്ലേ ഏടെ ജീവിത രീതിയിലാണ്, ഞാനത് പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യാൻ എന്താ? പരിഹാരം ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കൊടുക്കാൻ ക്യാഷില്ല, ജയിലിൽ കിടക്കുക അല്ലാണ്ട് വേറെ നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ജയിലിൽ കിടന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ എന്തിനാണോ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, ഈ പ്രോഗ്രാം നടപ്പിലാവില്ല. അവിടെയാണ് വിവേകപൂർവം നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ആ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എടുത്തടിച്ച പോലെയല്ല. ആ ചിലപ്പോൾ വരച്ച് വരയ്ക്കേണ്ടി വരും, അവിടെ ഒരാളുടെ സഹായം നമുക്ക് തീർച്ചയായിട്ടും വേണം. അവിടെ മനോഭാവം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതും, നമ്മൾ മറ്റൊരാളെയും പറ്റിച്ചിട്ടുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നതെന്നുള്ള ഉറപ്പുണ്ടാവുക എന്നുള്ളതൊക്കെ ആകുമ്പോഴും നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ വിവേകപൂർവമായി സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഇന്നിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് വെറുതെ ഞാൻ ജയിൽവാസം അനുഭവിച്ചത് കൊണ്ട് എനിക്കോ വേറൊരാൾക്കോ ഒന്നും തന്നെ ഇത് പരിഹാരമൊന്നുമായിട്ട് വരുന്നില്ല. ഇത് വിവേകമില്ലായ്മയായിട്ടാണ് വരിക. പരിഹാരം എന്ന് പറയുന്നത് അത് ചെയ്ത ആൾക്കും, അതേപോലെ ആർക്കാണോ ആരോടാണോ പരിഹാരം ചെയ്യുന്നത് അവർക്കും സംതൃപ്തിദായകമായിട്ട് ഭവിക്കുന്നതായിരിക്കണം. അതിനാണ് ചെയ്യുന്നത്. സൗഖ്യദായകമാകണം, മനസമാധാനം രണ്ടുപേർക്കുണ്ടാവണം. മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഗണന പറയുന്ന ഭാഗങ്ങളിലൊക്കെ മറ്റുള്ളവരോടുള്ള പരിഗണന എന്ന് പറയുന്നത് നമ്മൾ പരിഹാരം ചെയ്തു എന്ന സംഭവത്തിൽ ചെയ്ത് നമുക്കും പ്രശ്നം, എന്നാൽ അവരുടെ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടായില്ല. അപ്പോൾ അതല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പരിഹാരം എന്ന് പറയുന്ന രീതി. സത്യസന്ധത എന്ന് പറയുന്നതും അതല്ല. കേവലം നമ്മൾ ആദർശവാദികളായിക്കൊണ്ട് എന്തെങ്കിലും വിവേകമില്ലാത്ത പ്രവർത്തികളല്ല 9-ാമത്തെ പടി നമുക്ക് തരുന്നത്. മറിച്ച് വളരെ വിവേകപൂർവം നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ട് സ്പോൺസറുമായിട്ട്, ഇപ്പോൾ ഒരാളെ ഗുരുതരമായി ബാധിക്കപ്പെട്ട ഒരാളാണ്, ഉദാഹരണത്തിന് അയാൾക്ക് ഇത് അറിയാത്ത ഒരു കാര്യം ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് സമാധാനം ഉണ്ടാക്കുമോ അതോ പ്രശ്നം ഉണ്ടാക്കുമോ? നമ്മൾ ആദ്യം ചർച്ച ചെയ്തിട്ടാണ് പരിഹാരം ചെയ്യുക. ആ ഗുരുതരമായ ബാധിക്കപ്പെട്ട അയാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സ്വാഭാവികഗതിയിൽ അയാളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എനിക്ക് എങ്ങനെയായിരിക്കും, പരിപൂർണമായിട്ട് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെയ്യുക. അതല്ലെങ്കിൽ അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ അറിയാതെ വേറെ ചെയ്യാൻ പറ്റുന്ന നിരവധി പരിഹാരങ്ങൾ നമ്മുടെ പ്രോഗ്രാം ചെയ്തു പോയ ആളുകൾ, പഴമക്കാർ, സ്പോൺസറുടെയൊക്കെ സഹായം അവിടെ വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ തെറ്റായ ദിശയിലേക്ക് പോകും. നമുക്ക് സ്പോൺസർ ഉണ്ടായിരിക്കണം, പ്രോഗ്രാം ചെയ്ത ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുഭവം ഇല്ലെങ്കിൽ അദ്ദേഹം വേറെ ആളുകളോട് ചോദിക്കും ഇത്തരം അനുഭവങ്ങൾ എന്താ ചെയ്യുക. അവിടെയാണ് നമുക്ക് വിവേകമുള്ള മറുപടികൾ കിട്ടുക. എന്തിനാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്?
നമ്മൾ ഒരാളുടെ മനസ്സമാനം കഴിച്ചിട്ട് അയാളിങ്ങനെ ആലോചിച്ചിട്ട് അയാൾക്ക് ഇത് അറിയില്ല, അയാളുടെ അടുത്ത് പോയിട്ടാണ് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ, എന്നിട്ട് മാപ്പ് പറയുകയാണ്. എന്ത് കാര്യം? ചില അപ്പം പറയുകയാണ് ഈ നമുക്ക് പറയാതിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ അതുവരെ മിണ്ടിയും മദ്യമൊക്കെ നിർത്തി അയാളുമായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഈ പറച്ചിലോട് കൂടി നമുക്ക് പിന്നെ അയാളുടെ ശത്രുത നമ്മളോട് തുടങ്ങും. പിന്നെ അയാളെ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥ. അപ്പം എന്തായി? നമ്മളും അസ്വസ്ഥനായി, അയാളും അസ്വസ്ഥമായി, മനസ്സമാനം പോയി. നമ്മളെന്തിനാ പ്രോഗ്രാം ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്ത് എന്തെങ്കിലും വിവേകമില്ലാതെ ചെയ്യാനല്ല. അവിടെയാണ് ആരോടാണ് പരിഹാരം ചെയ്യുന്നത്, എന്താ പരിഹാരം ചെയ്യുന്നത്, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഹകമായിട്ടുള്ള വീക്ഷണം, ദീർഘവീക്ഷണത്തോടു കൂടി സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സഹായവും മാർഗനിർദ്ദേശവും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചില ഉത്തരങ്ങൾ കിട്ടും. അതോടൊപ്പം തന്നെ സ്പോൺസറുടെ സഹായവും വേണം, അല്ലെങ്കിൽ ആത്മീയോപദേഷ്ടാവ് ആരോടാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവരുടെ. കാരണം ഇത് അറിയുന്ന ആളുകൾ വേണം. അവിടെ അവതരിപ്പിക്കുകയാണ്. അവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മുന്നേ കടന്നുപോയ ആളുകൾക്ക് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇന്നതായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള യഥാർത്ഥ ഉത്തരങ്ങളൊന്നുമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് 9ാമത്തെ പടി തരുന്നത്. ഏറ്റവും വേഗത്തിൽ പരിഹാരം ചെയ്യാനുള്ള പൂർണ്ണമായ മനസ്സുണ്ടായിരിക്കുന്നു. വിവേകപൂർവ്വം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോടെല്ലാം ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ പ്രത്യക്ഷപരമായിട്ട് ചെയ്യാൻ പറ്റാത്തത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഓരോ ദിവസവും ആ പരിഹാരം എന്നിലൂടെ കടന്നു വരേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി ഫ്രഷ്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.